ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പം നമ്മൾ വീണ്ടും ഒരു മൂവി റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, നെറ്റ്ഫ്ലിക്സിൽ ഇന്ന് നമ്മുടെ കമലഹാസൻ മണിരത്നം കോംബോയിൽ വന്നിരിക്കുന്ന തഗ് ലൈഫ് വന്നിട്ടുണ്ട്. പൊന്നു മക്കളെ, ഇത് തിയേറ്ററിൽ പോയിട്ട് കാണാനുള്ള ത്രാണി എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പം തന്നെ റിപ്പോർട്ട്സും കാര്യങ്ങളും, പിന്നെ ആ പേര് കേട്ടപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വശപ്പശക് തോന്നിയതാണ്. അതുപോലെ തന്നെ സിനിമയുടെ റിസൾട്ടും ആയിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ എന്തായാലും ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ട്. ഇത്രയും വലിയ ലെജൻസിൻ്റെ സിനിമയല്ലേ, എന്തായാലും കണ്ടു കളയാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു കാര്യത്തിലോട്ടേക്ക് ഞാൻ കടന്നത്. പിന്നെ നടന്ന കാര്യം എന്ന് വെച്ചാൽ പറയാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നോക്കുകയാണെങ്കിൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മണിരത്നം, കമലഹാസൻ എന്ന് പറഞ്ഞിട്ടുള്ള വലിയ ലെജൻസിൻ്റെ ഒരു സംഭവമാണ് ഈ ഒരു സിനിമ. അപ്പോൾ ആദ്യത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ആൾക്കാർ ചെയ്യുന്ന സിനിമയാകുമ്പോൾ, എസ്പെഷ്യലി മണിരത്നത്തിൻ്റെ ലാസ്റ്റ് സിനിമ പൊന്നിയിൻ സെൽവൻ 1ഉം 2ഉം ഒക്കെ വളരെ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ട സിനിമയാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമകൾ, അല്ലെങ്കിൽ മുന്നേ 20 പോലെയുള്ള സിനിമ, അത്രയും വലിയ സിനിമകൾ ചെയ്തിരിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ കമലഹാസനെ പോലെ അത്രയും നല്ല ഒരു വേഴ്സറ്റൈൽ ആക്ടറിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഓഡിയൻസ് ഒരു ചീപ്പ് സിനിമയല്ല പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ക്വാളിറ്റി, എന്തെങ്കിലും ഒരു വ്യത്യസ്തത, അങ്ങനത്തെയൊക്കെ ഉള്ള ഒരു സംഭവമൊക്കെ ആയിരിക്കും സാധാരണ ഓഡിയൻസ് ഒക്കെ ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ഇത് പ്രതീക്ഷിക്കുക. അപ്പം നേരെ മറിച്ച് ഇപ്പോൾ ഈ കുറച്ച് ദിവസം മുമ്പ് സിക്കന്ദർ എന്ന് പറഞ്ഞൊരു സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു വേറൊരു രൂപം എന്നൊക്കെ ഇതിനെയൊക്കെ പറയാനുള്ളൂ. അമ്മാതിരി ലെവലിലുള്ള ഒരു സിനിമ എടുത്ത് ആൾക്കാർ ഇവരെ പോലെയുള്ള ആക്ടേഴ്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എങ്ങനെയാ അത് സ്വീകരിക്കുക? അതാണ് ഈ സിനിമയ്ക്ക് അൾട്ടിമേറ്റ്ലി നടന്നിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സിനിമയിൽ ഒരുപാട് മലയാളി ആർട്ടിസ്റ്റുകളുണ്ട്. ജോജു ഉണ്ട്, അഭിരാമി ഉണ്ട്, പിന്നെ ആരാണ്, ഐശ്വര്യ ലക്ഷ്മിയുടെ കാര്യമൊക്കെ പറയാണ്ടിരിക്കുന്നതാണ് നല്ലത്. അമ്മാതിരിയുള്ള ഒരു കാര്യവും ഈ സിനിമയിൽ ചെയ്യേണ്ടതായിട്ട് ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അൾട്ടിമേറ്റ്ലി ഇത്രയും വലിയ ഡയറക്ടർ, പിന്നെ പൊന്നിയിൻ സെൽവനിൽ അഭിനയിച്ച് ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിൽ പോയിട്ട് നോ പറയാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും പോയിട്ട് ചെയ്തിരിക്കുന്നത്. അമ്മാതിരി ഒരു അപരാധ രീതിയിലാണ് ഈ സിനിമ പോയിരിക്കുന്നതെന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, മക്കളെ, എന്താണ് ഇതിൽ നടന്നിരിക്കുന്നത്? 3 തുടങ്ങിയപ്പം തന്നെ അതിൻ്റെ ഒരു ഡയലോഗും കാര്യങ്ങളെല്ലാം കേട്ടപ്പം തന്നെ സംഭവം ഏത് ലെവലാന്ന് മനസ്സിലായി. ഞാൻ ഡബിളുമായിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കമലഹാസൻ്റെ ആ ഒരു ഇൻട്രോവും, പിന്നെ ഈ 3 ബ്രദേഴ്സ് തമ്മിലുള്ള അടിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വൻ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു സ്പൂഫ് മോഡിലാണോ എടുത്തിരിക്കുന്നതെന്ന് സംശയം വരുന്ന രീതിയിലാണ് പല കളിയും. കമലഹാസനും മറ്റ് സിംബുവും, പിന്നെ അതുപോലെ തന്നെ നെപ്പോളിയനൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു കെമിസ്ട്രി സംഭവങ്ങളൊക്കെ വൻ കോമഡി എന്ന് പറഞ്ഞാൽ കോമഡി, വേറൊന്നും പറയാനില്ല. ആ രീതിയിൽ കോമഡി ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആക്ടിങ്ങും ഒക്കെ. അതുപോലെ തന്നെ പുള്ളി ഇപ്പം നേപ്പാളിൽ പോയി കഴിഞ്ഞിട്ടുള്ള 2ാമത്തെ അവതാര വരവ് പറയണ്ടല്ലോ. മറ്റേ കരാട്ടയും ജൂഡോവും കുംഫുവും ഒക്കെ കൂടി കലർത്തി ചേർത്തിയാണ് തിരിച്ചു വന്നിരിക്കുന്നത് താത്ത വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ പിന്നെ പറയണ്ട. അമ്മാതിരി രീതിയിലുള്ള പരിപാടികളാണ് പിന്നെ ഒപ്പിച്ചു വെക്കുന്നത്. അതും കാണുമ്പോൾ തന്നെ നമുക്കൊരു കോമഡി ആയിട്ടാണ് തോന്നുന്നത്. ഇവർ സീരിയസ് ആയിട്ട് ചെയ്യാൻ നോക്കുന്ന സിനിമ കോമഡി ആയിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ഉള്ള ഒരു രീതിയിലുള്ള ഒരു സിനിമ, എൻ്റെ മക്കളെ, 2 മണിക്കൂർ 45 മിനിറ്റ് ഈ സിനിമ തിയേറ്ററിൽ ഇരുന്ന്, അതിൻ്റെ കൂടെ 15 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ്, പിന്നെയുള്ള ട്രാവൽ എല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4 മണിക്കൂർ സ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ സമ്മതിക്കണം. ആ ലെവലിലുള്ള സംഭവമാണ് ഇതെന്ന് എടുത്തു വെച്ചിട്ടുണ്ട്. എന്തൊക്കെയായാലും ഇവരെ പോലെയുള്ള ആൾക്കാരുടെ ഇത് നല്ല ക്വാളിറ്റിയുള്ള ഫിലിംസാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ഇതുപോലുള്ള സംഭവം കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ അമ്മാതിരി രീതിയിൽ റിജക്റ്റ് ചെയ്യും. അത് എന്തായാലും ഇതിൻ്റെ വെർഡിക്റ്റും അതുപോലെ തന്നെയാണ് ബോക്സ് ഓഫീസിലായിരിക്കുന്നത്. ഇതൊക്കെയാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയാനുള്ളൂ. അധികമൊന്നും പറഞ്ഞ് സമയം കളയുന്നില്ല. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ഇതിനുള്ള അനുഭവം എന്ന് കമൻറ്റ് ഡൗൺ ചെയ്യൂ. അതുപോലെ ഇതുപോലെയുള്ള വീഡിയോസും ചാനലിൽ ഒരു 700 വീഡിയോസ് ഇട്ടിട്ടുണ്ട്, ഷോർട്സും മറ്റേ ലോങ് വീഡിയോസും ആയിട്ട്. ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കൂ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.